നമുക്കിന്ന് കപ്പ, പച്ചക്കപ്പ ഇങ്ങനെ ചീവിയിട്ട് ഗ്രേറ്ററിൽ ചീവിയിട്ട് ഒരു പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കപ്പ ചീവി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല പിഴിഞ്ഞിട്ട് വേണം അത് കാര്യങ്ങൾ ഓരോന്ന് ചെയ്യാൻ. അപ്പം ഞാനിനി കപ്പ പിഴിയട്ടേട്ടാ. ഇപ്പം ഇത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി അരിപ്പൊടി ഇട്ടിട്ട് ഇത് നല്ല ഒന്ന് പുട്ടുമാവിനെ ഇതാക്കണ മാതിരി മിക്സ് ചെയ്യുക. ഇതിൽ ഇങ്ങനെ ഇങ്ങനെ വളർത്തിയിട്ട് മിക്സ് ചെയ്യുക. കട്ടൊന്നുമില്ലാണ്ട് ക്ലിയറായിട്ട് പുട്ടുമാവ് മാതിരി. ഇങ്ങനെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് കറക്റ്റ് പാകത്തിന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്റ്റീം ചെയ്യുന്നൊരു പാത്രത്തിൽ അടിയിൽ കുക്കറോ എന്തെങ്കിലും കല എന്തെങ്കിലും വെച്ചിട്ട് ആ വെള്ളം ചൂടാവുമ്പോൾ ഒറ്റയടിക്ക് ഇതങ്ങോട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് പഞ്ചസാരയും തേങ്ങയും വെതറിയിടുക. അങ്ങനെയാണ്. ഇപ്പോൾ തേങ്ങയൊക്കെ കറക്റ്റായിട്ടിട്ടുണ്ട്. സ്റ്റീം വരാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് മൂടി വയ്ക്കുക. പെട്ടെന്ന് വേവും. എന്താ വെച്ചാൽ ഇതിൽ ചീവിയതല്ല ഗ്രേറ്ററിൽ. അപ്പോൾ അത് പെട്ടെന്ന് വേവും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പുട്ട് ശരിയായിട്ടുണ്ട്. സൂപ്പറാ വന്നിട്ടുണ്ട്. 10 മിനിറ്റ് കൂടെ ആയില്ല. അതിന് മുമ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതും കൂടെ തിരിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ രുചിയാണ് കൊള്ളിപ്പുട്ട്. കൊള്ളി ഇങ്ങനെ പച്ചക്കൊള്ളി ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കട്ടെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് ആവിയിൽ വേവിച്ച് പഞ്ചസാരയും തേങ്ങയും പഞ്ചസാരയും മേലെ വെതറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇറച്ചിക്കറിയുടെ കൂടെയാ മീൻ കറിയുടെ കൂടെയാ എന്ത് കറിയുടെ ഗ്രീൻ പീസ് കറിയുടെ കൂടെ എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പഴം ഉണ്ടെങ്കിൽ പഴത്തിൽ തിരുമ്മി കഴിക്കാം. എല്ലാം സൂപ്പറാണ്. വെറുതെ കഴിക്കാൻ പറ്റും. കാരണം പഞ്ചസാരയും തേങ്ങ ഇട്ടതുകൊണ്ട് വെറുതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പിഴിയാൻ മാത്രമേ കുറച്ച് പാടുള്ളൂ. അപ്പോൾ വീട്ടിലും ഇവിടെ ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പിഴിഞ്ഞ് തരാൻ പറഞ്ഞാൽ ഈസിയാണ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടാ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റിയ ഷെയറും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.